നമ്മുടെ നാടിപ്പോ ഏകദേശം ഗൾഫ് പോലെ ആയേക്കണ്. സമ്പത്തിന്റെ കാര്യത്തിലല്ല, ചൂടിന്റെ കാര്യത്തില്. മുന്നൊക്കെ ഗൾഫിലാണ് ശരിക്കും ഈ ഹ്യൂമിഡിറ്റി അധികം ഉണ്ടാവുക, അതായത് ഒരു ജാതി പുഴുക്കം. ആ ഒരു ഇത് ഇപ്പൊ നമ്മളുടെ കേരളത്തിലുണ്ട്. ഇന്നൊക്കെ എന്താ വെച്ചിട്ടാ ഹ്യൂമിഡിറ്റി. ഇന്നിപ്പോ നല്ല മഴക്കാറുണ്ട്. എന്താ മഴ പെയ്യാണെന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഹ്യൂമിഡിറ്റിയിലും ചൂടിലൊക്കെ നല്ല വ്യത്യാസം വരും. എന്തായാലും പെയ്യട്ടെ മഴ. ഇന്നത്തെ പരിപാടി ഇതുകൊണ്ടുള്ളൊരു ജ്യൂസാണ്, കറ്റാർ വാഴ കൊണ്ട്. ഇത് സാധാരണ കറ്റാർ വാഴ അല്ല, ഇത് ചുവന്ന കറ്റാർ വാഴയാണ്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു കറ്റാർ വാഴയാണിട്ടത്, ഈ ചുവന്ന കറ്റാർ വാഴ. ഈ കറ്റാർ വാഴയും സാധാരണ കറ്റാർ വാഴയും തമ്മിൽ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വേറെ കളറിന്റെ കാര്യത്തിലോ അല്ലെങ്കിൽ രൂപത്തിന്റെ കാര്യത്തിലോ ഒന്നും വേറെ വ്യത്യാസമില്ല. പക്ഷെ ഇതിന്റെ ഈ തണ്ട് ഇത് നമ്മൾ മുറിച്ചു കഴിഞ്ഞാൽ മറ്റേന്റെ സാധാരണ ഒരു മഞ്ഞ കളറ് ഉള്ളൊരു ഒരു വെള്ളാണ് വരിക. ഇത് ശരിക്ക് ഇതിന്റെ ഇത് മുറിച്ചു കഴിഞ്ഞാൽ, ഇതിന്റെ ഈ പോള മുറിച്ചു കഴിഞ്ഞാൽ ശരിക്ക് രക്തത്തിന്റെ കളറാവുക. സാധാരണ കറ്റാർ വാഴയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇടക്ക് നമുക്ക് ജ്യൂസൊക്കെ ഉണ്ടാക്കി കുടിക്കാനൊക്കെ ബെസ്റ്റാണ്. രോഗപ്രതിരോധ ശേഷി അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ലതാണ്. പല അസുഖങ്ങളും ഇല്ലാതിരിക്കും, ശരീരത്തിന് ഒരു രോഗപ്രതിരോധ ശേഷിയൊക്കെ ഉണ്ടാവും. ഇന്നത്തെ പരിപാടി ഇതും തണ്ണിമത്തനും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ജ്യൂസ് അടിച്ചിട്ട് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇത് ആദ്യം നമ്മൾ മുറിക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു മഞ്ഞ കളറ് പോലെയാണ്, പക്ഷെ ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേന് ശരിക്ക് ബ്ലഡിന്റെ കളറാവും ഈ സാധനം. ഇവിടെ ചാരി വെച്ചിട്ടുണ്ട്, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അതിന്റെ കളർ മാറിയിട്ട് ബ്ലഡിന്റെ കളർ പോലെ ആണ്. ഒരു 10 മിനിറ്റ് ആകുമ്പോഴത്തേനും കണ്ട ബ്ലഡിന്റെ കളറായി അതിന്റെ നീര്. ഇത് കണ്ട, ഒരു നമുക്ക് നമ്മുടെ കയ്യിന്റെ മേലൊക്കെ എന്തെങ്കിലും മുറി പറ്റിയുണ്ടാവില്ലേ, അതേപോലുള്ള കറക്റ്റ് ആ ബ്ലഡിന്റെ കളറാ. ആ കൂടിയിട്ട് ഈ ഒരു കറ്റാർ വാഴക്കുള്ള ഒരു പ്രശ്നം, തൈകൾ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. സാധാരണ കറ്റാർ വാഴക്ക് ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാവും, പക്ഷെ ഇത് തൈ ഉണ്ടാവാൻ ഭയങ്കര ബുദ്ധിമുട്ടാ. ഞാന് ഈ തൈ വാങ്ങി ഇതൊരു നഴ്സറിയിൽ നിന്ന് മേടിച്ചതാ. അവിടെ ആകെ ഒരു തൈ ഉണ്ടായിരുന്നുള്ളൂ. അവിടുന്ന് ഞാനത് വാങ്ങി ഇവിടെ കൊടുന്ന് കുഴിച്ചിട്ട് ഏകദേശം 1 കൊല്ലത്തിന്റെ മേലായി. ആ കൂടിയിട്ട് എനിക്ക് കിട്ടിയത് ഒരൊറ്റ തൈ മാത്രം. അതിന്റെ ഒരു തൈ അതിൽ നിന്ന് മുളച്ചത് മാറ്റി കുഴിച്ചിട്ടുള്ളതാണിത്.